അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് കണ്ടാലോ. തലേന്ന് കുതിർത്തി വെച്ച അരി, ഉഴുന്ന്, ഉലുവ എന്നിവ കുതിർത്തിയിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ. ഇത് നന്നായി അരച്ചെടുത്ത് അത് പിറ്റേന്ന് രാവിലത്തെ നല്ല കുതിർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ബാറ്ററായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ പൊന്തി വരണം കേട്ടോ, എന്നാലേ നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പൊന്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു ഒരു വൃത്തി കിട്ടൂല കേട്ടോ. നമ്മൾ ചുടുകയാണെങ്കിൽ അതിനൊരു പ്രത്യേകത ഉണ്ടാവും. അപ്പം നമുക്ക് മസാല ദോശക്ക് എന്തൊക്കെയാണ് മസാല ദോശ എന്ന് പറയില്ല, എന്തൊക്കെയാണ് ആ ദോശയൊക്കെ ഉണ്ടാക്കിയതെന്ന് കണ്ടാലോ. ഞാനത് പറയാനാണ് വന്നത്, പക്ഷേ കിട്ടുന്നില്ല കേട്ടോ പറയാൻ. അങ്ങനെ ഒരു ചട്ടി എടുത്ത് ഞാൻ അതിൽ വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് വെളുത്തുള്ളി, നമ്മളെ വലിയ ഉള്ളിയില്ലേ സവാള, അത് ഇട്ട് കൊടുത്ത് അത് മൂപ്പിച്ചിട്ട് ലേശം ഉപ്പിട്ട് തക്കാളി ഇട്ട് കൊടുത്തു. അത് നന്നായി വഴറ്റിട്ടോ, നന്നായി കുഴഞ്ഞു വന്നാൽ മതി. നന്നായിട്ട് ഇതായി വരണ്ട, ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് നന്നായി വേവിച്ചെടുക്കുക. ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ, പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ചൂട് ആറിയതിന് ശേഷമാണ് നമ്മളിത് മിക്സിയിലിട്ട് അടിക്കേണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ വേണ്ടവർക്ക് മഞ്ഞൾപ്പൊടി ഇടട്ടോ, അല്ലെങ്കിൽ പിന്നെ വറ്റൽമുളക് ഇടുക. പിന്നെ നമ്മളെ ഇതില്ലേ പുളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനെനിക്ക് തക്കാളിയുടെ പുളിയാണ് ഇഷ്ടം. പിന്നെ വേറൊരു പുളി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ പുളി ആഡ് ചെയ്യാറില്ല. അങ്ങനെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ചിലർ പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. വറ്റൽമുളക് ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ്, മഞ്ഞളും മുളകും ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ്. മുളകും പൊടി ഇടുകയാണ് കുട്ടികളൊക്കെ ഉള്ളവർക്ക്, ചെറിയ കുട്ടികളൊക്കെ കഴിക്കുന്നവർക്ക് നല്ലത്. കാരണം എന്താ വെച്ചാൽ മുളകും പൊടി ഇട്ടാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എരിവിൽ നമുക്ക് പാകത്തിന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പം ഞാൻ ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കടുക്, ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഉഴുന്നിട്ട് കൊടുക്കണതിൻ്റെ പാത്രത്തിൻ്റെ അടപ്പ് അതിലോട്ട് വീണ്. പിന്നെ അത് കഴിഞ്ഞ് അതിൽ കറിവേപ്പില ഇട്ട് കൊടുത്ത്, പിന്നെ ഇഞ്ചി, വലിയ ഉള്ളി, പിന്നെ പച്ചമുളക് അതും കൂടി അതിലിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് വഴറ്റിയെടുക്കട്ടോ. അതുണ്ടാക്കിയത് വേറൊരു ചട്നി. ഇത് മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് ഉണ്ടാക്കണതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ അതിൽ കുറച്ച്, ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ക്യാരറ്റ് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് രണ്ടും നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് വരിക. ഇത് ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉരുളൻകിഴങ്ങ് ഞാൻ കുക്കറിലിട്ട് വേവിക്കുക ചെയ്തിട്ടോ, അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താലും മതി, എന്നാൽ ഒന്നും കൂടി വെന്ത് കിട്ടും. അങ്ങനെ കുക്കറിൽ വേവിച്ച ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ കുക്കറിൽ കിഴങ്ങിട്ട് കൊടുക്കുമ്പോൾ തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. അതിൽ നന്നായിട്ട് രണ്ടും കൂടി മിക്സായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഇടയിൽ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് കുറച്ചൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ആയിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് നല്ല കുറച്ച് മല്ലിയില കേട്ടോ. കുറച്ച് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇത് മല്ലിയില ഇഷ്ടമല്ല, പക്ഷേ ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പം ഞാനത് ഇതിലെടുക്കും, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മല്ലിയിലയുടെ ഇതിലിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ
അടിപൊളിയാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഒന്നിങ്ങനെ കുറുകി വന്നാൽ നല്ല അടിപൊളി. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് ഭയങ്കര രസമാവും കേട്ടോ. ഇതിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇത് രണ്ടും കൂടി അല്ല ഇത് എല്ലാതും കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ തിളച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ തിളക്കാൻ പാടില്ല എന്നൊക്കെ പറയാ. പക്ഷേ തിളച്ച് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്കിതുവരെ ഒന്നും തോന്നിയിട്ടില്ല, അതാണ് ഞാൻ അങ്ങനെ പറയണത്. അങ്ങനെ അത്ര പഞ്ചസാര ഇടാൻ പാടുള്ളൂ കേട്ടോ, അത്ര പഞ്ചസാര ഇടാൻ. പിന്നെ ഇതുപോലെ ഇങ്ങനെ കുറുകി വരണം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചട്നി ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മെയിൻ ആളെ ഉണ്ടാക്കി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചട്ടി വെച്ച് അതിൽ വെള്ളമൊക്കെ ഒഴിച്ചു. ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയാട്ടെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ അതിങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു കൗതുകം തോന്നി ചെയ്ത് നോക്കിയതാണ്. അപ്പം ഞാനൊരു തവി മാവൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ നന്നായിട്ട് ചുറ്റിച്ചെടുക്കുകയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചട്ടി ഫുള്ളായിട്ട് ചുറ്റിച്ചെടുക്കാനാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ അപ്പോൾ അത് വേവോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷൻ കാരണമാണ് ഞാനത് അത്ര തന്നെയാണ് ചുറ്റിക്കാത്തത്. പിന്നെ ഇതിൽ നെയ്യ് ഒഴിച്ചിട്ടില്ല കേട്ടോ. നെയ്യ് ചിലവർക്ക് നെയ്യ് ഇഷ്ടമല്ല, അത് കാരണം നെയ്യ് ഒഴിക്കാതെ ഇരുന്നതാണ് കേട്ടോ. എല്ലാവർക്കും നെയ്യിൻ്റെ ആ സ്മെല്ല് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. പിന്നെ ഇതുപോലെ ഇതിങ്ങനെ ചൂടോടുക്കനെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി. പിന്നെ സ്വത്തു സ്കൂൾക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ. അപ്പോൾ പിന്നെ ഒരു സ്കൂളിലൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം ഞാൻ അതിൽ ഒന്നുണ്ടാക്കിയാലും നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഈ ചെറുതായിട്ട് ചുട്ടെടുക്കാൻ പറ്റിയെന്നല്ല, ഇതിന് സോഫ്റ്റ് ആവും. മറ്റേത് പിന്നെ നമ്മളെ മുരിഞ്ഞിങ്ങാണ്ടല്ല, അത് വേറെ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ്. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കണക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാനും അങ്ങനെയല്ലേ നല്ലത്. അങ്ങനെ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ചട്നിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയതിന് ശേഷം ഞാനിങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.